വെറുതെ വിട്ടു. കർണാടക, കേരള, തമിഴ്നാട് വനങ്ങൾ അടക്കി ഭരിച്ചിരുന്ന വീരപ്പൻ തൻ്റെ 30 വർഷത്തോളം നീണ്ടുനിന്ന കുറ്റകൃത്യ ജീവിതത്തിനിടയിൽ വാരിക്കൂട്ടിയത് എത്ര കോടികളാണെന്ന് പോലും ആർക്കും നിശ്ചയമില്ല. പോലീസിന്റെ ഏകദേശ കണക്കനുസരിച്ച് 2000-ഓളം ആനകളെ കൊന്ന് 88,000 പൗണ്ട് വീരപ്പൻ സ്വന്തമാക്കിയിരുന്നു. ചുരുങ്ങിയത് 75 കോടിയോളം രൂപയുടെ ചന്ദനം വീരപ്പൻ കച്ചവടം ചെയ്തുവെന്നാണ് സർക്കാരിന്റെ ഏകദേശ കണക്ക്. യഥാർത്ഥ കണക്ക് ഇതിന്റെ 10 മടങ്ങ് ഇരട്ടിയായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. വീരപ്പൻ കൊല്ലപ്പെട്ട് 1.5 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും കണക്കില്ലാത്ത വീരപ്പന്റെ സ്വത്തുകൾ എവിടെയാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. സത്യമംഗലം വനത്തിലെ ഗുഹകളിലും കുഴികളിലുമെല്ലാമായി ഈ നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് അന്നും ഇന്നും കരുതുന്നത്. പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കി പണവും ആനക്കൊമ്പുമെല്ലാം കാട്ടിലെവിടെയോ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. വീരപ്പൻ കൊല്ലപ്പെട്ടയുടൻ ഈ നിധി കണ്ടെത്താൻ സായുധ സംഘങ്ങൾക്കൊപ്പം നിരവധി ആളുകൾ കാടുകളിൽ പരിശോധന നടത്തിയിരുന്നെങ്കിലും ഒന്നും കിട്ടിയിരുന്നില്ല.